ഹലോ ഹായ് ഓൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള നിഫ്റ്റിയും ആൻഡ് കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ആൻഡ് ഫിൻ നിഫ്റ്റി കുറച്ചും കൂടി ഇന്ന് ഫോളോ ചെയ്തത് നിഫ്റ്റിനെ എന്ന് പറയാം. ബിക്കോസ് ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ബയാസ് കണ്ടു. ആൻഡ് മാക്സിമം ഫോളോ ചെയ്യുക ബാങ്ക് നിഫ്റ്റിനെ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഒരു ബാങ്ക് നിഫ്റ്റി ബേസ് ആയിട്ട് തന്നെ ഒരു ഇത് എക്സ്പയറി ആണ് നമ്മൾ ഫിൻ നിഫ്റ്റിക്ക് പ്രതീക്ഷിച്ചത്. സോ ആ ഒരു നമ്മുടെ ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി അത് നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചൊരു ബാങ്ക് നിഫ്റ്റിയുടെ സൈഡ് പിടിച്ചാണ് നമ്മൾ നോക്കിയത്. ബട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആണ് ഫിൻ നിഫ്റ്റി തന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 0.16% ലോസ് മാത്രമാണ് നമുക്ക് ഫിൻ നിഫ്റ്റി എക്സ്പയറി ഡേന് ചെറുതായിട്ടൊരു ലോസ് ഫേസ് ചെയ്യേണ്ടി വന്നുള്ളൂ. അത് നമുക്ക് ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി ആണ്. പ്രോഫിറ്റ് ആയാൽ നല്ല പ്രോഫിറ്റ് ആവും. പ്രോഫിറ്റ് ആയില്ലെങ്കിൽ ലിമിറ്റഡ് ലോസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനും പറ്റും. സോ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ അപ്പോൾ അതൊക്കെയാണ് എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിലെല്ലാം നമ്മൾ ഷെയർ ചെയ്തിരുന്നു. മാക്സിമം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് ഒന്ന് ഫോളോ ചെയ്യാം. ആൻഡ് അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കൂടി വിശ്വസിക്കുകയാണ്. സോ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നിഫ്റ്റി ഒരു ഓപ്പൺ വന്നത് നമുക്കൊരു റെഡ് ക്യാൻഡിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഓപ്പൺ ആയിരുന്നു. സ്ലൈറ്റ്ലി പോസിറ്റീവ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഒരു 10 to 20 പോയിന്റ്സ് ആ ഇതൊക്കെ തന്നെയുള്ളൂ. ആൻഡ് ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു ഫസ്റ്റ് ഒരു സെൽ ഓഫ് സെയിം ഇന്നലത്തെ പോലെ തന്നെയായിരുന്നു. ഇന്നലെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിലിൽ നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് ക്യാൻഡിലിൽ ഒരു സെൽ ഓഫ് ഉണ്ടായി. ഇവിടെ ഒരു സെൽ ഓഫ് ഉണ്ടായി. അതിനുശേഷം ഒന്ന് മേളിലേക്ക് പോയി, പിന്നെ താഴേക്ക് വന്നു, പിന്നെ മേളിലേക്കായിരുന്നു ഇന്നലത്തെ ഒരു പ്രൈസ് ആക്ഷൻ. എങ്കിൽ എക്സാക്ട് എന്ന് പറയുമ്പോൾ മേളിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തു ഇന്നലെ മാതിരി തന്നെ. പിന്നെ ഇവിടെ വന്നു, പിന്നെയും ഡേ ഹൈ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു. പിന്നെ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം അവിടെ സപ്പോർട്ട് രണ്ടല്ല ഒരു നമ്മളെന്താ പറയുക ഒരു ഡേ ഹൈയിൽ വെച്ചിട്ട് തന്നെ ഇവിടെയാണ് ഡേ ഹൈ ഉണ്ടായ ഓക്കെ. ഡേ ഹൈ വന്നു, റിജക്ഷൻ വന്നു, പിന്നെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് പിന്നെ സ്ലൈറ്റ്ലി ഒരു സ്ലോ മൂവ്മെന്റ് തന്നെയായിരുന്നു നിഫ്റ്റിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ലോ മൂവ്മെന്റിൽ അപ്സൈഡ് ആയിരുന്നു. അതിൻ്റെ മേളിൽ നമുക്ക് സപ്ലൈ സോണും കൂടി ഉണ്ട്. ആ സപ്ലൈ സോണിന്റെ അവിടെ വെച്ചിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. എനിവേ സൈഡ് വേസ് വിത്ത് പോസിറ്റീവ് ബയാസ് എന്നാണ് ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് പറയാൻ കഴിയുക. അത് ഒരു ചാനലിൽ കൂടി എന്നാലും നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആ ചാനലാണ് നിഫ്റ്റി പോയേക്കുന്നത്. സോ അതാണ് അപ്പം നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എന്ന് പറയാം. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു നിഫ്റ്റിയുടെ അത്രയും ഒരു ബുള്ളിഷ് ആയിരുന്നില്ല വൺസ് റെഡ് ക്യാൻഡിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി ഒന്ന് താഴേക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പോയത്. പിന്നെ അവിടെ നിന്ന് അപ്സൈഡിലേക്ക് പോകാൻ ശ്രമിച്ചു, അവിടെ പറ്റിയില്ല, പിന്നെയും താഴെ വന്നു. പിന്നെ ആ ഒരു കൺസോൾട്ടേഷൻ കുറച്ചും എടുക്കുന്ന പോസിറ്റീവ് ബയാസിൽ വരാൻ നോക്കി. ബട്ട് നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ബാങ്ക് നിഫ്റ്റിയെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ കുറച്ചും കൂടി ഒരു വയലന്റ് മൂവ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി തന്നത്. ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ് വിത്ത് ആ റേഞ്ചിലായിരുന്നു. നമ്മൾ പറഞ്ഞ 45,800 എന്ന സ്ട്രാഡിലിന്റെ ലെവലും പ്ലസ് നമുക്ക് ഉണ്ടായ സോണിന്റെ ലെവലും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റ്സിന്റെ ഇടയിൽ ഒരു നല്ല വോളട്ടൈൽ ആയിട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തത്. സോ അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ്. ആൻഡ് നിഫ്റ്റി അങ്ങനെയായിരുന്നു. ഫിൻ നിഫ്റ്റി ആകുമ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടി ബാങ്ക് നിഫ്റ്റി പോലെ ആ ഒരു ലെവലാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഫിൻ നിഫ്റ്റി ആകുമ്പോൾ 250 നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തത്. ബട്ട് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ബയാസിലായതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതെല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിൻ നിഫ്റ്റിയുടെ രാവിലെ ട്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ജസ്റ്റ് -0.16%
ഒരു പെർ ലോട്ട് വെച്ചെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 51 റുപ്പീസിൻ്റെ ഒരു ലോസ് ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റിയിൽ. സോ അപ്പോൾ അതാണ് നമ്മുടെ ട്രേഡും പ്ലസ് നമ്മൾ കൊടുത്ത അനാലിസിസ് എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദെൻ നമുക്ക് എങ്ങനെയാണ് നാളത്തെ ഒരു ട്രേഡ് എങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ദെൻ ഫസ്റ്റ് നമുക്ക് OA അനാലിസിസ് നോക്കാം. OAയിൽ നിഫ്റ്റി ഓക്കെ, നിഫ്റ്റി കറൻ്റ്ലി 21,900 വിത്ത് സപ്പോർട്ടിൻ്റെ സ്ട്രാഡിലുണ്ട്. 21,900 സ്ട്രാഡിലുണ്ട്. സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് 21,800 ചെറിയൊരു കോൾ അവിടെ കാണാം. 21,700 ചെറിയ രീതിയിൽ കോൾ അവിടെ കാണാം. എനിവേ 21,700 നല്ലൊരു സപ്പോർട്ടാവുമെന്ന് വിചാരിക്കാം. ആൻഡ് ഇൻസ്റ്റയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവിടെ ഉണ്ട്. കോൾസിൽ കുറച്ച് നമുക്ക് ഒരു അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്. കോള് അത്ര നല്ല രീതിയിൽ വന്നിട്ടില്ല. 22,100 വരെയും ചെറിയ രീതിയിൽ കോള് കുറഞ്ഞു വരുന്നുണ്ട്. 22,000 നല്ലൊരു പുട്ട് ബിൽഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ സ്ട്രാഡിൽ ഫോർമേഷൻ എങ്ങാട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നാളെ നമുക്ക് ഓപ്പൺ ആയിട്ട് എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം മാത്രം അത് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇത് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, അപ്പോൾ 21,800 സ്ട്രാഡിൽ മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ബേസ് ആക്കുന്നതാണ്. അപ്പോൾ 21,800 നമുക്കൊരു സപ്പോർട്ടാണ്. അവിടെ ഒരു സ്ട്രോങ് അത്ര വലിയ ഇതല്ലെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് സ്ട്രോങ് ബിക്കോസ് ചെറിയ രീതിയിലുള്ള കോൾ ബിൽഡിങ് അവിടെ ഉണ്ട്. ദെൻ ഇനി നമുക്ക് സ്ട്രാഡിലായിട്ട് വരുന്നത് 21,900 ആണ്. 21,900 നമ്മൾ സ്ട്രാഡിൽ ഇപ്പോൾ നിൽക്കുന്നത്. അത് നമുക്ക് വിത്ത് ഗ്രീൻ ആയതുകൊണ്ട് യെല്ലോ സ്ട്രാഡിൽ കുറച്ചും കൂടി ഇതായിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെയാണ് നമുക്ക് സ്ട്രാഡിൽ കുറച്ചും കൂടി സപ്പോർട്ടാണ് നമുക്ക് ആദ്യം അവിടെ വരുന്നത്. ദെൻ ഇനി നമുക്ക് 22,000 നല്ലൊരു കോളിൻ്റെ അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ലൈറ്റ് ആക്കുകയാണ്. ആൻഡ് അവിടെ പുട്ട് ബിൽഡിങ് 22,000 പുട്ട് ബിൽഡിങ് വരുന്നുണ്ട്. സോ അപ്പോൾ ലൈറ്റ്ലി നമുക്ക് എന്താക്കാം, ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടി വെക്കാം 22,000. ഓക്കെ, ഇവിടെ നമുക്കൊരു ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ലൈറ്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടി വെക്കാം. ബിക്കോസ് നമ്മൾ നാളെ നമുക്ക് ഓപ്പണിലാകുമ്പോൾ തന്നെ അറിയാൻ പറ്റണം എവിടെ നമുക്കൊരു പുട്ട് ബിൽഡിങ്ങും കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് 21,900 വിത്ത് സപ്പോർട്ട് ഓഫ് പുട്ടാണ് വരുന്നത്. ആൻഡ് 21,800 കോള്, ബട്ട് അത് നമ്മൾ കുറച്ചാണ് ബിൽഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് സ്ട്രോങ് സപ്പോർട്ട് പിന്നെയും വരുന്നത് 21,700 എന്ന ലെവലാണ്. ഈ ലെവലിൻ്റെ ഏകദേശം അടുത്താണ് നിഫ്റ്റി സപ്പോർട്ട് എടുത്തത് തന്നെ. അപ്പോൾ ആ ലെവലിലും നോക്കുക. ആ ലെവലിലും ഇനി നാളെ ഒന്ന് വാച്ച് ചെയ്യുക. 21,700 ഇനി നാളെ ഒരു എങ്ങനെയാണ് ഓപ്പണിംഗ് എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഓവറോൾ ലെവൽ എന്ന് പറയുന്നത്. 21,900 ഇപ്പോൾ കറൻ്റ് സ്ട്രാഡിലായിട്ട്. മേലിൽ റെസിസ്റ്റൻസ് ആണ് കുറച്ച് വീക്കായിട്ട് വരുന്നത്. ആൻഡ് 21,800 കുറച്ചൊരു കോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് മേ ബി അവിടെ അൺവൈൻഡിങ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്സൈഡ് കിട്ടും. ഇനി അതല്ല എങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് 21,700 ആണ് ഹോൾഡ് ചെയ്യുന്നത്. സോ അപ്പോൾ അതാണ് ഈ 3 ലെവലിലായിട്ട് നമുക്ക് നിഫ്റ്റി പറയാനുള്ളത്. ദെൻ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി വീക്കിലി വീക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേട്ടോ. മീൻസ് ബാങ്ക് നിഫ്റ്റിയൊക്കെ നമുക്ക് പുട്ടിൻ്റെ സ്ട്രോങ് ആണ് നമുക്ക് ഇല്ലാണ്ട് കാണുന്നത്. 45,700 നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു സ്ട്രാഡിലെന്ന് പറയാത്തക്ക രീതിയിൽ പോലും ഇല്ല. ബട്ട് 45,500 നമുക്കൊരു കോൾ ബിൽഡിങ് വരുന്നുണ്ട്. ഈ 3 ലെവലും, അതായത് 45,500 to 45,800 എന്ന ലെവലാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിക്ക് പറയുന്നത്. ദെൻ എന്താ പറയുക, നമ്മൾ ഇപ്പം ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ പോകാൻ നോക്കുക. ബിക്കോസ് 46 നമുക്ക് ചെറിയൊരു പുട്ട് ബിൽഡിങ് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് 46 തന്നെയാണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വെക്കുക. 45,800 സ്ട്രാഡിലായിട്ട് തന്നെ പോവാം. ബിക്കോസ് അവിടെ നിന്ന് നമുക്ക് 45,500 ഒരു സപ്പോർട്ട് ഉണ്ട്. സെയിം ലെവൽസ് തന്നെ പോവാം. കുറച്ചൊരു സപ്പോർട്ടിൻ്റെ ഒരു മീൻസ് എന്താ പറയുക, ഒരു സ്ട്രോങ് ഇല്ലായ്മ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ലെവൽസ് ഇത് തന്നെ ഫോളോ ചെയ്യുക. ബാങ്ക് നിഫ്റ്റിക്കും ഈ ഒരു ലെവൽ തന്നെയായിരിക്കും നമുക്ക് നാളെയും പറയാനുള്ളത്. 45,800 സ്ട്രാഡിൽ ആൻഡ് 45,500 കുറച്ചൊരു കോൾ ബിൽഡിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡും കൂടി വെക്കാം.
ചെറുതായിട്ട് വലുതല്ല, മീൻസ് സ്ലൈറ്റ്ലി ആണ് നമുക്ക് അവിടെ കോള് ആൻഡ് പുട്ടൊക്കെ സ്ലൈറ്റ്ലി ആയിട്ടാണ്. 45,800 700 സ്റ്റാഡിലുണ്ട്. ആൻഡ് 46 നമ്മൾ പറഞ്ഞ ഒരു മീൻസ് ഒരു എന്താ പറയുക ഒരു പുട്ട് ബിൽഡിംഗ് ഉണ്ടായി. സ്റ്റിൽ അവിടെ പുട്ട് ബിൽഡിംഗ് തന്നെ റിമൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പുട്ടിനി അൺവൈൻഡ് ആവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി താഴേക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബിയറിഷ്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ കാണും. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിക്കും കുറച്ചൊന്ന് ബാധിക്കാൻ അത് ചാൻസസ് ഉണ്ട്. സോ എന്തായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റി കുറച്ച് വീക്കാണ്. ആൻഡ് PCR എന്ന് പറയുന്നത് 0.7 ആണ്. നിഫ്റ്റിയുടെ ആണെങ്കിൽ 1 ഉണ്ടായിരുന്നു PCR. അപ്പോൾ രണ്ട് ഇൻഡൈസസും രണ്ട് രീതിയിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. മീൻസ് ഒരെണ്ണം മേളിലേക്കും ഒരെണ്ണം താഴേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്ക് കുറച്ചും കൂടി വോളറ്റൈലിറ്റി കൂട്ടാനുള്ള ചാൻസസ് ആണ് അധികവും ഉണ്ടാവുന്നത്. സോ അപ്പോൾ അതാണ് നമുക്ക് OA അനാലിസിസിൽ പറയാനുള്ളത്. ദെൻ FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ ഇന്നലത്തെക്കാളും കുറച്ചും കൂടി ബുള്ളിഷാണ്. ഇന്നലെ കുറച്ചൊരു ബിയറിഷിലായിരുന്നു ആൻഡ് സ്ട്രോങ് ബുള്ളിഷിൽ മാത്രം നിന്നത് FI ഇൻഡെക്സ് ആയിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രോയും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും എല്ലാവരും നല്ല രീതിയിലേക്കുള്ള ബുള്ളിഷ് വരുന്നുണ്ട്. ക്ലയന്റ് ആണെങ്കിൽ സ്ട്രോങ് ബിയറിഷിലേക്കാണ് പോയേക്കുന്നത്. സോ അപ്പോൾ നാളെ നമുക്ക് എങ്ങനെയും നോക്കാം. പ്രോ രണ്ടുപേരും നല്ല ബുള്ളിഷിലേക്ക് വന്നു. സോ പിന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിന് 1.18 ലാഖിന്റെ ബുള്ളിഷ് ഉണ്ട്. ആൻഡ് പുട്ട് വരുന്നത് ജസ്റ്റ് 13 മീൻസ് 35,000 ഒരു ഇതാണ് പുട്ട് ബിൽഡിംഗ് ആയിട്ട് വരുന്നുള്ളൂ. എനിവേ അത് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ബയാസ് ആണ് തരുന്നത്. ബട്ട് അവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ബിക്കോസ് നമുക്ക് നല്ലൊരു പുട്ട് അൺവൈൻഡിങ് നമുക്ക് അവിടെ കണ്ടിട്ടില്ല. എനിവേ പിന്നെ സപ്പോർട്ട് വരുമ്പോൾ നല്ല രീതിയിലാണ് മാർക്കറ്റ് കയറിയിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണെങ്കിലും നാളത്തെ നോക്കാം. സപ്പോർട്ടാണ് വരുന്നത്. ബട്ട് ഇന്നലത്തെ അത്ര ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബിൽഡിംഗ് ഉണ്ടായിട്ടില്ല. അപ്പൊ 1723 ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നമുക്കൊരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. ആൻഡ് OA ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ OA ഇൻഡെക്സിൽ FI കോൾ ചേഞ്ച് വരുന്നത് -67 പുട്ട് ചേഞ്ച് വരുന്നത് 24 ആണ്. അതും നമുക്ക് എന്താ പറയാ കോള് അൺവൈൻഡിങ് ആൻഡ് പുട്ട് ബിൽഡിംഗ് ആണ്. സോ അത് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. ആൻഡ് അതും ഒരു പോസിറ്റീവ് ബയാസിൽ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ഇനിയും ഇൻഡെക്സ് OA ഫ്യൂച്ചേഴ്സിൽ -60 വന്നിട്ടുണ്ട്. സോ 1.09 ഉണ്ടായത് കുറഞ്ഞു ഇന്നലെ 61 ആയിരുന്നു. ഇന്നത് 60 പിന്നെയും കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എനിവേ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് OA മീൻസ് ഇൻഡെക്സ് ഓപ്ഷൻസിലൊക്കെ ആൻഡ് ഓവറോൾ നമ്മൾ FIDA ഡാറ്റ കുറച്ച് ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ഇനി നമ്മൾ ക്യാഷ് മാർക്കറ്റ് നോക്കുമ്പോൾ FIS ബൈ ജസ്റ്റ് 93 crore ആൻഡ് DIS 1096 crore. ഓവറോൾ നമുക്ക് ബൈ സൈഡാണ് FIA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് കാണാൻ കഴിയുക. ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ബയാസ് ആണ് നിഫ്റ്റി നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ നോക്കി ഇനി നമുക്ക് 4 hours വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിക്കോസ് കൺഫ്യൂസ്ഡ് ലെവൽസ് ആണ് രണ്ടിൽ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 4 hour നോക്കുമ്പോൾ ഈ ഒരു സെല്ലിംഗ് ഈ ഒരു സെൻട്രൽ ക്യാൻഡിൽ കഴിഞ്ഞു. ഇവിടെ ഒരു ലോ എടുത്തു, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെയും ഒരു ലോ എടുത്തു, പിന്നെ ആ ഒരു ഈ ഒരു ഇതിനെ മീൻസ് ഈ ഒരു ഡേ മീൻസ് ഈ ഒരു സ്വിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈ എടുത്തിട്ട് പിന്നെയും ആ സ്വിംഗ് ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്താ പറയാ, അപ്പൊ അങ്ങനെ റിട്ടേൺ ആ സ്വിംഗ് ഹൈ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു ബ്രേക്ക് തന്നല്ലോ. ആൻഡ് ഈ ഒരു സ്വിംഗ് ഇത് ക്രോസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ മേ ബി ഇവിടെ ഈ ഒരു ലെവലിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ബൈ സൈഡ് വരണം. ബിക്കോസ് ഇവിടെ ഈ ഒരു ട്രെൻഡ് ഫോർമേഷൻ മീൻസ് ബ്രേക്ക് ചെയ്തത് കൊണ്ട് ഇവിടെ നമുക്ക് ഒരു ട്രെൻഡ് ഫോർമേഷൻ ഇവിടെ ബ്രേക്ക് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഹൈ എടുത്തിട്ട് പിന്നെയും നമുക്കൊരു ലോ ആയിരുന്നു വരണ്ടേ, ബട്ട് അത് ഉണ്ടായില്ല. അതിന് പകരം നമുക്ക് എന്താക്കുന്നത് മീൻസ് ഇവിടെ നിന്ന് നേരെ ഒരു ഹൈ എടുത്തു, ഇവിടെ ഒരു ലോ എടുത്തിട്ടാണ് പിന്നെയും ബാങ്ക് നിഫ്റ്റി വന്നത്. അപ്പോൾ ഇതിന്റെ അടിയിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നാൽ നമുക്കൊരു നല്ലൊരു ബൈ സോൺ ആയിട്ട് നിൽക്കണം. ഇനി ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാണ്ട് ഈ ലെവലാണ് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിലാണ് നമുക്ക് ഇനി കണ്ടിന്യൂഷൻ ഓഫ് സെല്ലിംഗ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളൂ. ബട്ട് കറന്റ്ലി ബാങ്ക് നിഫ്റ്റി ഒരു ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. എനിവേ ബാങ്ക് നിഫ്റ്റിക്ക് നല്ല ഇനി ഒരു 4500 വന്നാൽ ഒരു ബൈ സോൺ ആയി കാണാം എന്നാണ് മീൻസ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 4 hour
ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റി നല്ലൊരു 4 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനലിൽ വന്നു. ഇവിടെ ഇന്നാണ് നമുക്കൊരു 4 hourൽ ഒരു ബ്രേക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഹൈനെ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ ഈ ഒരു ഹൈനെയും നമുക്ക് ഇന്ന് ആദ്യം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റി. ബട്ട് അത് മീൻസ് പിന്നെ അവിടെ സെല്ലിംഗ് ഉണ്ടായി, പിന്നെയും അവിടെ സെല്ലിംഗ് ഉണ്ടായി. ഇപ്പൊ അത് ബ്രേക്ക് ചെയ്ത് അതിന്റെ മേളിൽ ഹോൾഡിങ് വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ലെവലില് ഇപ്പൊ ഇത് ഏകദേശം ഇത് ക്രോസ് ചെയ്യല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രോസിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോ ഈ ഒരു ഹൈ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി വരാൻ തന്നെയാണ് ചാൻസ്. അതല്ല എങ്കിൽ നമുക്ക് ഇനി വരുന്ന ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ഇതായതുകൊണ്ട് ഈ സ്വിംഗ് ഹൈന്റെ താഴെ നമുക്കൊരു ക്ലോസിങ് കിട്ടണം. ഈ ക്ലോസിങ് കിട്ടിയാൽ വിച്ച് മീൻസ് നമുക്കൊരു 21,600 താഴെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 21,500 താഴേക്കാണ് ക്ലോസിംഗ് നിഫ്റ്റി നമുക്ക് ബെയറിഷ് ആയിട്ട് കാണാനുള്ളൂ. എനിവേ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ബയാസിലേക്ക് വിത്ത് ഒരു നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ബയാസ് കാണുന്നുണ്ട്. ആൻഡ് FIIs ഒക്കെ പോസിറ്റീവ് ആണ്. ഇനി നാളെ ഒരു സെല്ലിംഗ് ഉണ്ടായാലും നമ്മൾ അതിനെ നമുക്ക് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാണാം. ബിക്കോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ബൈങ് കാണാം. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും 45,000 ഒക്കെ നല്ല രീതിയിലുള്ള ബൈ സൈഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഓൾറെഡി ഒരു മീൻസ് ഒരു ഓവർസോൾഡ് മാർക്കറ്റിലേക്കൊക്കെ ബാങ്ക് നിഫ്റ്റിയും വന്നിട്ടുണ്ട്. സോ എല്ലാവരും കൃത്യമായിട്ട് ലെവൽസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രൈസ് ആക്ഷൻ്റെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ആൻഡ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ മീൻസ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.